ഞാൻ വിശ്വനാഥനല്ലെന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ. പക്ഷേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. എന്തു പറ്റി പറയാമ്മ? നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ഗുരുക്കളമ്മാവൻ ഇപ്പൊ എത്തും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഉണ്ണിയെ വിശ്വനായിട്ട് കൊണ്ടുപോകാനോ? അതൊന്നും ശരിയാവില്ല. ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ. വിശ്വട്ടം വരുന്നത് വരെ എന്ന് വരുമെന്ന് കരുതിയാ? അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല. വിശ്വത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നീ ധൈര്യമായിട്ടിരിക്ക. മനസ്സിൽ നിൽക്കണ്ട, പോന്നോളൂ. മോളെ മോളെ വേണ്ട, നോക്കണ്ട. ഞാൻ തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണേ. ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ. നിങ്ങളും നോക്കണ്ട. മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല. വെടി തീരൂന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ. ക്ഷമിക്കണം, കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു. കളരിയിലോട്ട് ഇല്ലതാനും. അതുകൊണ്ട് എന്തായി? നേടി, മുത്തശ്ശി നേടി. ദൈവമേ, ഒന്ന് ചിരിച്ചു കണ്ടുല്ലോ. എനിക്കിനി മനസ്സമാധാനായി. എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാ. ഇനി പഴംപുരാണൊന്നും വേണ്ട കേട്ടോ. ദേ, ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണലത. കാര്യം നടക്കണമെന്ന് വെച്ചാൽ കാലേ വീണ് സോപ്പിട്ടോളൂ. കാലേ വീഴൂ, കാലേ വീഴൂ. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കൂ. എഴുന്നേൽക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. സമാധാനായില്ലേ? എഴുന്നേൽക്കൂ. ഇല്ല മുത്തശ്ശി, ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല. എഴുന്നേക്ക് ചേട്ടാ. എന്താ ഇത്? നിങ്ങൾക്കറിയോ, മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ, ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു. ഭൂമി ദേവിയോളം ക്ഷമയുള്ള ഈ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ അടിച്ചെന്നെ ഷേപ്പ് മാറ്റനല്ലേ? മതി മോനെ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി. അങ്ങനെ പറയരുത് മുത്തശ്ശി, ഞാനാണ് തെറ്റുകാരി. തെറ്റുകാരൻ മുത്തശ്ശിക്ക് അറിയോ? വേണ്ട മോനെ, ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം. ഊണിന് എന്തൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട് മോനെ. മോനെ എല്ലാം അറിയാലോ. നൃത്തം, സംഗീതം, പാചകം. പാചകം അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി, ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല. ഹോ, എന്തൊരു സ്വാദ്! മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, കറികൾക്കൊക്കെ തേങ്ങ ചിരകിയത് ഞാനാ. തേങ്ങ നല്ലപോലെ ചിരകിയതുണ്ടാവണം. കൂട്ടൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്.
നമ്മുടെ പാടത്ത് വിളഞ്ഞ പുന്നല്ലേ രീതി ചോറ ഇത്. ആ ആ ലേശം മതി, കൂടി മതി. വിളമ്പട്ടെ. മതി മതി. വേഗം കഴിക്കു ചേട്ടാ. ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തൂ. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? ഇപ്പൊ പോവേ, നല്ല കഥയായി. ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ. മുത്തശ്ശി നിർബന്ധിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ? എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ. എന്തു പറഞ്ഞാലും ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം, അല്ലേ ഗുരുക്കളെ? എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. മാങ്ങാത്തൊലി. അതിനിപ്പോ ഞാനെവിടെ പോവാനാ? ഉപ്പ് വാങ്ങാ മതിയോ? ഉം. എന്നാൽ ഇത്രയും നല്ലൊരു ചുണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ. മുത്തശ്ശിക്ക് സമാധാനായി. ഈ കഴിവുകളെന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി. എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ? അതേ മുത്തശ്ശി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണഴുമ്പവാൻ. ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ. സമയം കിട്ടുമ്പോഴൊക്കെ ജ്ഞാനപ്പാന പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി. ഉണ്ണിയല്ല, വിശ്വനാഥൻ. എനിക്കെല്ലാം ഒന്നാ. എന്റെ മോനെ, ഇന്തൊരു കഥയില്ലാത്തോള. കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്ത് മിടിക്കുക. ബുദ്ധിയില്ല എന്നുള്ളത് പോട്ടെ, അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി. വിശ്വ, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെയോ? ആ, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കായിരുന്നു. വരും. അതെ, ഓവർ ആക്ടിങ് വേണ്ട. ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഏ, ആ ഏ, ചു- ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടതാ. മോൻ നോക്കണ്ട, മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം. മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല. ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കഴുത്തി കിടക്കട്ടെ. ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി. ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചു തമ്പുരാനെ പോലെയുണ്ട് അല്ലേ മുത്തശ്ശി? അയ്യോ മുത്തശ്ശി, എന്താ ഈ കാണിച്ചേ? ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നത്? ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട്. തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ. ഒന്നും വേണ്ട മുത്തശ്ശി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയേ. എത്ര മോതിരം കിടന്ന കയ്യാ ഇത്. ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരിക്കൊടുക്കും. ശിവ ശിവ, എന്താ വിശ്വ കേക്കണത്? ഞങ്ങളുടെ കുടുംബ സ്വത്താ ഈ മാല. അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങ് ഊരി കൊടുക്കു ചേട്ടാ. മുത്തശ്ശി പേടിക്കണ്ട, ഇതാർക്കും കൊടുക്കില്ല. ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാം. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും. പെട്ടിക്കകത്തു നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നോ? അതേ വിഷയം അതിന് തന്നേക്ക്. ചേട്ടാ, തൽക്കാലം ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ഇതാ മുത്തശ്ശി. ഇതാ മോളെ, നീ അകത്ത് കൊണ്ടുപോയി വെക്ക്. ആ. ഓ, 1-2 ചൂട് നടന്നതേ ഉള്ളൂ. കാലിനൊക്കെ എന്തൊരു വേദന. ഈശ്വര, നടക്കാൻ പോലും വയ്യ. നല്ല വേദനയുണ്ടോ മുത്തശ്ശി? ഉണ്ടോന്നോ? ദേഹം ആസകലം കോച്ചി വലിക്കുക. ഒരു വാക്ക് എന്നോട് പറയാത്തത് എന്താ? മുത്തശ്ശിക്ക് അറിയോ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട്. അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി, ഏത് വേദനയും പമ്പ കിടക്കും. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ. തടവി കൊടുക്കൂലേ? വേണ്ട കുട്ടി, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ, അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും. തടവി കൊടുക്ക. എവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്, അതൊന്ന് കാണണം. വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും. കണ്ടോ? ആത്മാർത്ഥ കണ്ടോ? ഓ, എന്തൊരു ആശ്വാസം മോളെ.
വരും മോനെ. പണ്ട് മുതൽക്കേ ഈ തറവാട്ടില് ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിയുണ്ട് ഇവിടെ. അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യരാത്രിയും എല്ലാം ഇന്ന. വരൂ. മുത്തച്ഛി, മുത്തശ്ശി, ഞാനെന്നാ വേണ്ട, കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി. നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം. സിസ്റ്റർ ഇവിടെ കിടന്നോളൂ, ഞാൻ പുറത്ത് എവിടെയെങ്കിലും കിടന്നോളാം. എന്തോ എന്തോ കഥ ഓർക്ക്. അയാളെവിടെ? പുറത്തിറക്കി വിട്. അയാൾ പോയി. അയാൾ അപ്പോഴേ പോയി. അമ്മേ, ഹലോ. ആ, എന്തൊക്കെയുണ്ട് ഉറുപ്പേട്ടാ? ശരി, അപ്പൊ വൈകിട്ട് കാണാം. ഓ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇല്ലായിരുന്നു, ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെങ്ങും ആരുമില്ല, ഇന്നലെ പോയതാ, ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ആരുമില്ലേ? ആ, എങ്ങോട്ട് പോകണമെന്ന് വല്ലതും പറഞ്ഞു? ആ, മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. പറയുമ്പോ വിഷുവിന് വേറൊന്നും തോന്നരുത്. കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം പെശക. നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതോ ഒരു അലവലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്ന്. ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം. നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും. നിങ്ങൾ ആളെ ഡീസന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് തന്നു. ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പേടിച്ചിരുന്നു കേട്ടോ. വിശ്വേട്ടനോ? ഇതെപ്പോ വന്നു? വിശ്വ, ഇത് ഉണ്ണികൃഷ്ണനാണ്. നമ്മൾ തമ്മില് നിങ്ങൾ അകത്ത് പോ, എനിക്ക് ഇയാളോട് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ചെല്ലേ. നല്ല ആളാ. ഇതെവിടെയായിരുന്നു ടൂറ്? ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. ഞാനിവിടെ ഇല്ലാതെ കാണായിരുന്നു. ഒരു ആൾമാറാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ആച്ചാര്യ, വിശ്വേട്ടാ, വിശ്വ. വിശ്വ, നോർമൽ. വിശ്വേട്ടാ. ഞാൻ പറയുന്നത് കേൾക്കി. വിശ്വേട്ടാ, വിശ്വ. വിശ്വ,
ഇനി പഠിക്കാതെ നിങ്ങൾ കാലുകുറ്റ കൊല്ലുവാണ് ഞാൻ സിസ്റ്റർ പോവാ. വിശ്വേട്ടൻ, ഞാൻ മതി, കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടുന്നോ വലിഞ്ഞു പറയുന്ന ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, ഭർത്താവാണെന്ന് പറഞ്ഞ് അവനെയും കെട്ടിയിരുന്ന വിളിച്ച് മുത്തശ്ശിയെ കാണാൻ പോവുക. ഞാനെന്നല്ല വേറെ ആര് കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചു തരാൻ പോണില്ല. എന്താ ഇത്, വെള്ളരിക്കാ പറ്റണം? നടന്നതൊക്കെ ഞാൻ വിശ്വേട്ടനോട് പറഞ്ഞല്ലോ. ശരിയാ, തെറ്റ് തന്നെയാ. പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിശ്വേട്ടൻ എന്നെ മനസ്സിലാക്കുന്നു കരുതി. എന്തോ ഞാൻ വിശ്വ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം. എന്നാലും അതല്ല